ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്ന ഈ സന്ധ്യാ നമസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്ന് ഞാൻ എവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് എവൻഗേലിയോനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. Gospel according to Saint Matthew chapter 24 verses commencing from 1 through 28. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം, നീൽ ആംസ്ട്രോങ് ആണ്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ പോയ ഒരു ടീം തന്നെയുണ്ട്. രണ്ടാമതായിട്ട് കാലുകുത്തി എന്നാണ് ഈ എഡ്രിനെ കുറിച്ചൊക്കെ പറയുന്നത്. അവരെന്നാൽ ഒരുമിച്ചാണ് പോയത്. അദ്ദേഹമാണ്, ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് കാലുകുത്തിയത് എന്നാണ് പറയുന്നത്. എന്നാൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ടെൻസിങ്ങും ഹിലാരിയും എന്നാണ് പറയുന്നത്. എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ് നോർവേയും. അവർ രണ്ടുപേരും ആരാണ് ആദ്യം കുത്തിയതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരാൾ, രണ്ടുപേരുടെയും കൂടെ പേരിലാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരുടെ പേരിൽ കിടക്കുന്നത്. അപ്പം ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് കാലുകുത്തിയതിന് ശേഷം എത്രയോ പേര് പിന്നെ കാലുകുത്തി. അതൊന്നും വലിയ കാര്യമല്ലാതായിട്ട് മാറി. ഒരുപാട് പേര് കാലുകുത്തി. ഞാനീ പറഞ്ഞ ആൽഡ്രിൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാലുകുത്തിയതിനെക്കുറിച്ചൊക്കെ പിന്നീട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ചന്ദ്രനിൽ കാലുകുത്തിയതിന് ശേഷം, ഞങ്ങൾ കാലുകുത്തിയതിന് ശേഷം എത്രയോ പേര് അവിടെ കാലുകുത്തി. ഇനിയും കുറേ വർഷങ്ങളിലൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് വേണം ഫ്ലൈറ്റ് ഇടും, അല്ലെങ്കിൽ അവിടെ ഫ്ലൈറ്റല്ല, അവിടെ റോക്കറ്റിലൊക്കെ പോയി തിരിച്ചു വരത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയൊരു കാര്യമല്ലാതെ മാറിപ്പോയി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയ ഒരു സംഭവമായി, മാറ്റപ്പെടാത്ത ഒരു സംഭവമായി നിലനിൽക്കുന്നത് ദൈവം ഭൂമിയിൽ കാലുകുത്തി എന്നുള്ളതാണ്. ഗോഡ് ലാൻഡഡ് ഓൺ ദിസ് എർത്ത് ആൻഡ് ഹി ഡ്വെൽറ്റ് ആസ് എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യനായിട്ട് അവതരിച്ചു എന്നുള്ളതാണ് മാറ്റപ്പെടാതെ നിലനിൽക്കുന്ന ഒരു സംഭവം. ചരിത്രത്തെ തന്നെ വെട്ടിമുറിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചതിന് അതിനെ തിരുത്താനായിട്ട് ആർക്കും സാധ്യമല്ല. അതിന് നേരത്തെ ഫ്ലയറൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലയർ അടിച്ചിറക്കുന്നത്. കാരണം ആ പ്രോഗ്രാമിനോട് അടുത്തടിപ്പിച്ച് എന്തൊക്കെ, ആരാണ് ഗസ്റ്റ് വരുന്നതെന്നൊക്കെ മുന്നേ പറയും. ഇപ്പോൾ ഇന്ത്യയിൽ ട്രംപ് വിസിറ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്ക് മുമ്പല്ല പറയുന്നത്, ഒരു 3-4 മാസത്തിന് മുമ്പേ പറയും ട്രംപ് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം ആ ട്രംപിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇത് എത്ര നാൾ മുമ്പാണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ നിങ്ങളുടെ പള്ളിയിലോട്ട് പോസ്റ്റിങ്ങിന് വരുന്നതിന് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൽപ്പന വായിക്കും, എൻ്റെ അച്ഛനാണ് ഇവിടുത്തെ പോസ്റ്റിങ്ങിന് വരുന്നത്. അതൊക്കെ നമ്മൾ ട്രംപിൻ്റെ അത്രയും വിലയില്ലാത്തതുകൊണ്ട് പെട്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് പറഞ്ഞാലും നാളെ വരാനുള്ളതേ ഉള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിപ്പം 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചു. അതാണ് ഫ്ലയർ, നോട്ടീസ് പറഞ്ഞ് വരാൻ പോകുന്നു. അവൻ്റെ വലിപ്പത്തിനനുസരിച്ച് വലിപ്പം കൂടുന്തോറും ദിവസങ്ങളുടെ എണ്ണം കൂടും. സോ ലോങ് ഇയേഴ്സ് അഗോ ദേ പ്രൊഫസീഡ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ്. അവൻ്റെ വലിപ്പത്തിനനുസരിച്ച്. അതുപോലെ ഇപ്പോഴും ദൈവവചനം നമ്മളോട് പറയുന്നു, ഹി വിൽ കം അഗെയിൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ഇതൊക്കെ വെറും ഒരു കഥകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വരുന്ന ആളുടെ വലിപ്പത്തിനനുസരിച്ച് കുറച്ച് വർഷങ്ങൾ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പം വരുന്നു എന്ന് പറഞ്ഞാൽ നാളെ അങ്ങ് വരും. കാരണം വലിയ ഒരുക്കമൊന്നുമില്ല, കാത്തിരിക്കാനില്ല. കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ ആ വരുന്ന ആളുടെ വലിപ്പത്തിനനുസരിച്ച് വർഷങ്ങളുടെ എണ്ണം മുൻകൂട്ടി പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട് കർത്താവ് വന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം ഹി വിൽ കം അഗെയിൻ. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ആക്ച്വൽ ടൈം. ഇന്നത്തെ ഈ ഏവൻഗേലിയോൻ ഭാഗത്ത്
ഒലിവ് മല പ്രഭാഷണം, ഒലിവറ്റ് ഡിസ്കോഴ്സസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒലിവ് മല ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്നപ്പോൾ കർത്താവ് അവരോട് ചെയ്യുന്ന സംഭാഷണങ്ങളാണ്, കോൺവെർസേഷൻ, ഒലിവറ്റ് ഡിസ്കോഴ്സസ്. ദാറ്റ് ഈസ് നോൺ ആസ് ഈ ഒലിവ് മല പ്രഭാഷണം എന്ന് പറഞ്ഞ ഈ 24-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നു. കർത്താവ് അവരോട് പറയാൻ ശ്രമിക്കുന്നതും ഒരാശയം അതാണ്: ബി വാച്ച്ഫുൾ, ജാഗ്രതയുള്ളവരായിട്ടിരിക്കണം. ആൻഡ് യു ഷുഡ് ഹാവ് എൻഡ്യൂറൻസ് ആൻഡ് ഹോപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രയൽസ്, ബിക്കോസ് യു നോ some things will or some difficulties may happen in your life, so be watchful. അപ്പോൾ ഇന്നും നമ്മളും വിചാരിച്ചോണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയുകയില്ല. അതിനെ വിളിച്ചോതുന്ന സംഭവങ്ങളൊക്കെയാണ് കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ പലരിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വാച്ച് എന്ന് പറയുന്ന ഒരു ലെറ്റർ. വാച്ച് യുവർ വേർഡ്സ്, വാച്ച് യുവർ ആക്ഷൻ, വാച്ച് യുവർ character, watch your thoughts, watch your habits. So we should be watchful in words as well as in our deeds. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം. കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒലിവറ്റ് ഡിസ്കോഴ്സസിൽ കർത്താവ് ആദ്യം പറയുന്നത് ദേവാലയ നാശീകരണത്തെക്കുറിച്ചാണ്. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടും, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ. എന്നിട്ട് പിന്നെ പറയാൻ ശ്രമിക്കുന്നത് സൈൻസ് ഓഫ് ദി എൻഡ്, അവസാനത്തെ നാളുകളിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ് കർത്താവ് ഈ ഒലിവുമല പ്രഭാഷണത്തിൽ പറയുന്നത് എന്ന് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ ചില ചിന്തകൾ പെട്ടെന്ന് പങ്കുവച്ചതിന് ശേഷം എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്ന്, പ്രയാസങ്ങളുടെ നടുവിൽ നാം വിശ്വസ്തരായിരിക്കുക എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രയാസങ്ങളുടെ നടുവിൽ വിശ്വസ്തരായിരിക്കുക, ഫെയ്ത്ത്ഫുൾ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഷെയ്ക്കിംഗ് ഓർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രയൽസ്. ജീവിതത്തിൽ കുലുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ, വേദനകൾ, നെടുവീർപ്പുകൾ, വേർപാടുകൾ, നെരിപ്പോട് പോലെ നീറുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുലുങ്ങിപ്പോകാതെ വിശ്വസ്തരായിരിക്കുക എന്ന ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നു. 24-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ, നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വെച്ചാൽ, ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ വാക്യവും വായിക്കാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാക്യം മാത്രമേ പറയുകയുള്ളൂ. 24-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ്? കർത്താവ് പ്രവചിക്കുകയാണ്, ദേവാലയത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുകയാണ്. ദേവാലയത്തിൻ്റെ പണി കാണിക്കാൻ വേണ്ടി അവനെ കൊണ്ടുചെല്ലുമ്പോൾ അവൻ അതിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുകയാണ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദി ടെമ്പിൾ. അത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഷോക്കുള്ള ഒരു കാര്യമായിരുന്നു. അവരുടെ വലിയ ഒരു കേന്ദ്രമാണല്ലോ, അവരുടെ വലിയ ഒരു ആശാകേന്ദ്രമാണ്, അവരുടെ ഒരു അഭിമാന സ്തംഭമാണ് ദേവാലയം എന്ന് പറയുന്നത്. അത് തകരുന്നെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഷോക്കിംഗ് ഒരു ന്യൂസായിരുന്നു അവർക്കത് കേൾക്കുക എന്നുള്ളത്. കർത്താവ് ഇതിൽ കൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരാശയം ഇത്രയേ ഉള്ളൂ: എവറിതിങ് ക്യാൻ പാസ് അവേ, സോ ഡോണ്ട് പുട്ട് ultimate trust in outward structures. എല്ലാം മാറ്റപ്പെടും. ഈ ലോകത്തിൽ കാണുന്നതൊന്നും സ്ഥിരമല്ല. ഇന്ന് പലപ്പോഴും നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഇന്ന് ഈ കഷ്ടാനുഭവ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിനേക്കാൾ അപ്പുറമായി മനസ്സിൽ നാം പ്രതിഷ്ഠിച്ചിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ സ്ട്രക്ചേഴ്സ്. Are you giving priority to something else more than God, moreover God? That will not be sustained. Everything can pass away. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ ഭാഗമാണല്ലോ ഈ പാഷൻ വീക്ക്. നമുക്ക് നമ്മളോട് തന്നെ പറയണം, കർത്താവേ, നശിച്ചു പോകുന്ന കാര്യങ്ങൾക്കൊന്നും എൻ്റെ ഹൃദയത്തിലോ എൻ്റെ ജീവിതത്തിലോ അമിത പ്രാധാന്യം കൊടുക്കാനായിട്ട് എനിക്കിടയാകരുത്. ആവശ്യമില്ലാത്തതൊക്കെ മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കുവാനും, എന്നാൽ മുൻഗണന കൊടുക്കേണ്ടതിനെ കൊടുക്കാതിരിപ്പാനും എൻ്റെ ജീവിതത്തിൽ ഇടയാക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. ലെൻഡ് ഈസ് ദ ടൈം ടു ലെറ്റ് ഗോ ഓഫ്
false securities and certain idols in our mind. അതിനെല്ലാം എടുത്ത് കളഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാനുള്ള ഒരു സമയം. വിശ്വസ്തരായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. സ്ട്രഗിൾസ് മേ കം, ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദോസ് സ്ട്രഗിൾസ് ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് വാച്ച്ഫുൾ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു ചിന്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഒന്നിനാലും ആരാലും ഒരു ശക്തിയാലും വഞ്ചിക്കപ്പെടാൻ പാടില്ല. മറിച്ച് സത്യത്തിൽ നമ്മൾ അടിയുറച്ച് ആശ്രയിച്ച്, അല്ലെങ്കിൽ സത്യത്തിൽ വേരൂന്നി ജീവിക്കുന്നവരായിട്ട് തീരണം. വഞ്ചിക്കപ്പെടാൻ പാടില്ല, സത്യത്തിൽ വേരൂന്നി ജീവിക്കുന്നവരായിട്ട് നാം തീരണമെന്ന് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നു. ഡോണ്ട് ബി ഡിസീവ്ഡ്, സ്റ്റേ റൂട്ടഡ് ഇൻ ട്രൂത്ത്. ഇതിൻ്റെ 24-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 11-ാം വാക്യം, അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ചില വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. 4-5, വേഴ്സ് 11 ആൻഡ് വേഴ്സസ് 23 through 26. ഇതെല്ലാം, ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാം? ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യങ്ങൾ എന്താ പറയുന്നത്? വാണ്ട് അഗൈൻസ്റ്റ് ഡിസെപ്ഷൻ. വഞ്ചനയ്ക്കെതിരെ തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. വഞ്ചന ഉണ്ടാകും, നിങ്ങൾ വഞ്ചിക്കപ്പെടും. നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് ആവർത്തിച്ച് ഈ വാക്യം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നതെന്ന് ഇവിടെ പറയുന്നത്? ഫോൾസ് മെസ്സായ ആൻഡ് പ്രൊഫറ്റ്സ്. കള്ളപ്രവാചകന്മാരും ഞാൻ ക്രിസ്തുവാണ്, അവിടെ ക്രിസ്തുവുണ്ട്, ഇവിടെ ക്രിസ്തുവുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കും. ഇങ്ങനെ തെറ്റായിട്ടുള്ള മിസ് ഇൻഫർമേഷൻ ഈ കാലത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. വാളെടുക്കുന്നവരെല്ലാം ആരാ? വെളിച്ചപ്പാടാണ്. എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മകളുടെ ബഹളമാണ് അല്ലേ? ഏതെല്ലാം തരത്തിലാണ്, എവിടെല്ലാം കിട്ടും ഒരു രക്ഷ, അല്ലെ അവിടെ കിട്ടുമോ ഇവിടെ കിട്ടുമോ, അങ്ങനെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അവിടെ ഉണ്ട് ക്രിസ്തു, ഇവിടെ ഉണ്ട് ക്രിസ്തു അല്ലേ? ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ്. ഈ കാലത്തിൻ്റെ വലിയൊരു ദുരന്തമാണ് മിസ്ഇൻഫർമേഷൻ എന്നുള്ളത്. മറ്റൊന്ന് സ്പിരിച്വൽ കൺഫ്യൂഷൻ. വി ഡോണ്ട് നോ വാട്ട് ഈസ് ആക്ച്വൽ, വാട്ട് ഈസ് ദ റിയൽ. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള കാലത്താണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ മേലാത്തൊരു കാലമാണ്. ഈ പണ്ട് ഒരു കഥയുണ്ട്, ഈ ബൈബിളിലില്ലാത്തൊരു കഥയാണ്. ശലോമോൻ രാജാവിനെ പരീക്ഷിക്കാനായിട്ട് ശേബ രാജ്ഞി വന്നിട്ട് ശലോമോനോട് ഒരു പൂ കാണിച്ചിട്ട് ചോദിച്ചു. 2 പൂക്കൾ കാണിച്ചു, 2 ഫ്ലവേഴ്സ്. ഷോ 2 flowers ആൻഡ് ആസ്ക് എ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ ഒറിജിനൽ വൺ. ഇങ്ങനെ 2 മാറ്റി ഇങ്ങനെ കാണിച്ചു. അത് തൊടാനൊന്നും പറ്റത്തില്ല, തൊടാതെ പറയണം. ഉടനെ ശലോമോന് വലിയ കൺഫ്യൂഷനായി. ശലോമോൻ ഉടനെ ഒരു വഴിയില്ല, ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിത് കാണിച്ചു തരണമേ. പെട്ടെന്ന് എവിടെ നിന്നും അറിയത്തില്ല, ഒരു ഹണി ബീ വന്നു. ആ റൂമിൽ ഒരു ഹണി ബീ വന്നിട്ട് ഒരു പൂവിൽ ഇരുന്നു. ശലോമോൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഇതാണ് ഒറിജിനൽ ഫ്ലവർ. കാരണം തേനീച്ചക്കറിയ ഏതാണ് ഒറിജിനൽ ഫ്ലവർ. നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ കൃപ നമ്മളെ ചിലപ്പോൾ മുന്നോട്ട് നടത്തും. ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിക്കാനായിട്ട് നമുക്കിടയാവും. അതുകൊണ്ട് മിസ്ഇൻഫർമേഷൻ്റെയും സ്പിരിച്വൽ കൺഫ്യൂഷൻ്റെയും ഒക്കെ നടുവിൽ ഏതാണ് സത്യം, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, ഏതാണ് അൺറിയൽ, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് വിവേചിച്ചറിയാനുള്ള വിവേകം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മശക്തിയും ദൈവത്തിലുള്ള ആശ്രയവും കൃപയും മാത്രമാണ് എന്ന വിശ്വാസികളായ നാം ഓർക്കണം. അതായിരുന്നു നമ്മളുടെ പൂർവ്വപിതാക്കളുടെയും മാതാക്കളുടെയും ഒക്കെ ജീവിതത്തിൽ അവരെ വഴികാട്ടിയത്. അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നൊന്നും അവർക്കറിയത്തില്ല. നമ്മളെപ്പോലൊന്നും ഫിംഗർ ടിപ്പിലല്ലായിരുന്നു വലിയ ഇൻഫർമേഷൻസ് ഒന്നും. എന്നാൽ അവരെ മുന്നോട്ട് നടത്തിയത് പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും ഒക്കെയാണ്. അതുകൊണ്ട് വി മസ്റ്റ് ആങ്കർ ഇൻ സ്ക്രിപ്ചർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഫോളോ ജീസസ് ക്രൈസ്റ്റ്, ദ റിയൽ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് കർത്താവിനെ സൗകര്യപൂർവ്വം കിട്ടും. പോക്കറ്റിൽ കിട്ടുന്ന കർത്താവ്, എൻ്റെ പോക്കറ്റിൽ കൊള്ളാവുന്ന കർത്താവ്. കാരണം ഞാൻ പറയുമ്പം ചാടിക്കളിക്കണം
പണ്ട് സർക്കസിലൊക്കെ ഈ പെടലിക്ക് ചങ്ങല ഇട്ടുകൊണ്ട് പോകുമല്ലോ കുരങ്ങനെ, അതിനെ പറയും ചാടിക്കളിയുടെ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ചാടിക്കളിക്കും ഇഷ്ടത്തിനനുസരിച്ച്. അതായത് ഈ സർക്കസുകാരൻ പറയുന്നതനുസരിച്ച് ചാടിക്കളിക്കുന്ന ഒരു കുരങ്ങ്. അങ്ങനെയുള്ള ദൈവത്തെയാണ് എല്ലാവർക്കും ആവശ്യം. ഞാൻ പറയുന്നതനുസരിച്ച് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരു കുഴപ്പവും വരില്ല, ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോയാലും കുഴപ്പമില്ല, ഞാൻ പറയുന്നതനുസരിച്ച്. അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് കിട്ടുമോ? ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തുവിനെ നമുക്ക് പിന്തുടരാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നോട്ട് ഫോർ എ കംഫർട്ടബിൾ ആം ഐ ഫോളോയിങ് ട്രൂത്ത് ഓർ കൺവീനിയൻസ്. ഞാൻ യഥാർത്ഥത്തിലുള്ളതിനെയാണോ പിൻപറ്റുന്നത്, അതോ എൻ്റെക്ക് സൗകര്യമുള്ള ഒരു തരത്തിലാണോ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഇവിടെ പറയുന്നു, ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്, മിസ് ഇൻഫർമേഷൻ ആൻഡ് സ്പിരിച്വൽ കൺഫ്യൂഷൻ ആൻഡ് സോ മെനി ചാൻസസ് യു വിൽ മീറ്റ്. ഹിയർ ഈസ് മസായ ആൻഡ് ദെയർ ഈസ് മസായ. ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ നടുവിൽ സത്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ വലിയൊരു കൃപ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ കൃപയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. 3, ഇവിടെ പറയുന്നു, ഈറ്റുനോവിൻ്റെ ആരംഭം ആണിതെല്ലാം. പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്, അതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. പക്ഷേ ആ ഈറ്റുനോവിൻ്റെ ആരംഭം അത് അവസാനം അല്ല. 24-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ദ ബിഗിനിങ് ഓഫ് ബർത്ത് പെയിൻ നോട്ട് ദി എൻഡ്. ഈറ്റുനോവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരു പ്രസവ വേദനയാണ്. ഈ വേദന ഉണ്ടെങ്കിലും ആ വേദനയ്ക്ക് അപ്പുറത്ത് എന്തുണ്ട്? ഒരു നന്മ കാണാൻ, ഒരു സന്തോഷം കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ലെൻ്റൊക്കെ ഏറ്റവും ശ്രേഷ്ഠമുള്ള അനുഭവമായിട്ട് വന്നത്. ലെൻ്റെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്, കുറച്ച് കാര്യങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ വേദനയാണ്. മാംസാഹാരമൊക്കെ കൂട്ടിക്കൊണ്ടിരുന്ന് മാംസാഹാരം വേണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ. എല്ലാവരും ഇറച്ചിയൊക്കെ കഴിക്കുന്നത് കാണുമ്പം ഒരു പ്രലോഭനമുണ്ട്, കഴിച്ചാൽ കൊള്ളാം അല്ലേ? എന്നാൽ അത് വർജിക്കുന്ന കാലയളവ്. അതുപോലെ ഉപവാസം, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സന്ദർഭങ്ങൾ, ഇതൊക്കെ ഒരു വേദന പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തൊരു സന്തോഷവും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെയാണ് ഈറ്റുനോവെന്ന് പറയുന്നത്. വേദന ഉണ്ട്, പക്ഷേ അതിനപ്പുറത്തൊരു ജനനത്തിൻ്റെ ഒരു സന്തോഷം. ലെൻറ്റും അതുപോലെയാണ്. ചില ഡിസിപ്ലിനൂടി കടന്നു പോകുമ്പോൾ വി ആർ ട്രൈയിങ് ടു ബിക്കം എ ന്യൂ ക്രിയേഷൻ, എ ന്യൂ ബീയിങ്, അല്ലേ? ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം ഒരു ഇത്. ഇവിടെ പറയുന്നു, ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളൊക്കെ, ഉദാഹരണത്തിന് വാർ, യുദ്ധം, ഫെമീൻസ്, ക്ഷാമം, എർത്ത്ക്വേക്സ്, ഭൂകമ്പം, ഇതൊന്നും അവസാനമല്ല. ദീസ് ആർ ഓൺലി സൈൻസ്, അല്ലേ? ഇത് പറയുന്നു ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ഇതെല്ലാം ഒരു ആരംഭം മാത്രമാണ്, നോട്ട് ദ എൻഡ്. മനസ്സിലാകുന്നുണ്ട്? ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന അടയാളങ്ങളാണ് എന്ന് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എൻഡ്യൂർ വിത്ത് ഹോപ്പ്. ഈ വേദനയുടെയും ഈ ലക്ഷണങ്ങളുടെയും ഈ പ്രയാസങ്ങളുടെയും നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ സഹിഷ്ണുതയോടെ, പ്രത്യാശയോടുകൂടെ തളർന്നു പോകാതെ നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തളർന്നു പോകാൻ പാടില്ല. കുറച്ചങ്ങോട്ട് ക്രിസ്തീയ ജീവിതം നയിച്ച് കഴിയുമ്പോൾ അങ്ങ് മടുപ്പ് തോന്നും. ഇതൊക്കെ വേണ്ട, എന്തിനാ വെറുതെ, ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ അങ്ങ് തോന്നുന്ന ഒരനുഭവം. അങ്ങനൊരു മടുപ്പ് തോന്നാൻ പാടില്ല. എൻഡ്യൂർ വിത്ത് ഹോപ്പ്. കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രത്യാശയോടുകൂടി മുന്നോട്ട് ഗമിപ്പാനായിട്ട് നമുക്കിടയാവണം. നമ്മൾ തന്നെ ചോദിക്കണം, ഒരു വേദനയും പ്രയാസമൊക്കെ വരുമ്പോൾ, ദൈവമേ, ഈ വേദനയിലൂടെ എന്നിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു പ്രയാസം വരുമ്പോൾ ചോദിക്കണം, കർത്താവേ, ഈ പ്രയാസത്തിലൂടെ എന്നോട് നിനക്ക് എന്താ പറയാനുള്ളത്? വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം മീ ഫ്രം ദിസ് ട്രയൽ? അങ്ങനെ സഹിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയായി
ജീവിതത്തിൽ ജീവിപ്പാനായിട്ട് സാധിക്കണം. അല്ലാതെ കഷ്ടതകളില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്ത്യാനികളുടെ ജീവിതം എന്ന് പറയുന്നത്. സഹിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ എൻഡ്യൂർ വിത്ത് ഹോപ്പ് എന്നുള്ളൊരു വലിയത്. അതുകൊണ്ട് ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്ന അവസാനമല്ല. നാലാമതായി ഒരു ചിന്ത പറയട്ടെ, അവസാനം വരെ എങ്ങനെ നിൽക്കുക? ഞാനത് മുമ്പേ പറഞ്ഞു, സഹിച്ചു നിൽക്കുക, അല്ലേ? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പോലും കുരിശിനെ സഹിച്ചാണ് അതിൽ വിജയം വരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാര്യം, ഇരുട്ടുണ്ടെങ്കിലേ അവിടെ വെളിച്ചത്തിന് വിലയുള്ളൂ. വിരകമുണ്ടെങ്കിലാണ് കൂടിച്ചേരലിന് വില, അല്ലേ? മരണമുണ്ടെങ്കിലാണ് ഉയർപ്പിൻ്റെ വില. കുരിശുണ്ടെങ്കിലാണ് പുനരുദ്ധാനത്തിൻ്റെ വില, അല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടെങ്കിൽ തീർത്തും അതിനൊരു മറുവശം കൂടി ഉണ്ട് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ, അതായത് നിങ്ങൾക്ക് പെർസിക്യൂഷൻസ് വരും, പീഡനങ്ങളുണ്ടാവും, ബിട്രയൽ, അല്ലേ, ലോലെസ്നെസ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റതേ ഉള്ളൂ, walk along with him. Endurance is not a passive thing. Endurance is an active thing. If you are a Christian, ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം സഹിച്ചുകൊണ്ട്, ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിലൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം പ്രാപിക്കും. അതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ വായിക്കുമ്പോൾ അയ്യോ ഇതൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിയല്ല. എൻഡ്യൂർ വിത്ത് ഹോപ്പ്. കാർമേഘത്തിൻ്റെ അപ്പുറത്ത് ഒരു സൂര്യശോഭ കാണാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത്. ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നവർക്ക്, ഇന്ന് ഈ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. നമ്മൾ ചുറ്റും ഈ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ ലോകം ഒരു വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ ആയിരിക്കുകയാണ്. അങ്ങനൊരു അനുഭവങ്ങളുടെ നടുവിൽ നമ്മൾ തളർന്നു പോകുന്നതിനല്ല, നമ്മൾ പതറിപ്പോകുന്നതിനല്ല, നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ ഗോൾ, ദർ ഇസ് എ സാൽവേഷൻ അവൈറ്റിംഗ് ഫോർ അസ്, ദർ ഇസ് എ കൾമിനേഷൻ ഓഫ് ഇറ്റേണിറ്റി. നിത്യതയുടെ ഒരു പൂർത്തീകരണം നമുക്ക് മുമ്പിലുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കുക. ക്രൂശിനെ നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിപ്പാനായിട്ട് നമുക്ക് ദൈവം ഇടയാക്കണം. എൻഡ്യൂറൻസ്, വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടെ ജീവിപ്പാനായിട്ട് നമുക്കിടയാവണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കും. ഞാൻ പ്രധാനമായിട്ട് 3-4 ചിന്തയാണ് നിങ്ങളോട് പറഞ്ഞത്. 1, പ്രയാസങ്ങളുടെ നടുവിൽ വിശ്വസ്തരായിരിക്കുക. 2, വഞ്ചിക്കപ്പെടാനായിട്ട് പാടില്ല ഒരു കാര്യത്തിലും. സത്യത്തിൽ വേരൂന്നി നമ്മൾ ജീവിക്കുന്നവരായിട്ട് തീരണം. ഈ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഈറ്റുനോവൊക്കെ കാണുമ്പോൾ അത് അവസാനമല്ല, അത് ഇതിൻ്റെ ആരംഭം. അത് ഈറ്റുനോവിൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ ഒരു അവസാനമല്ല, എന്നാൽ അതിനൊരു ന്യൂ ക്രിയേഷൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സഹിച്ചു നിൽക്കുക, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോവുക എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശീകരണവും നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്, അല്ലേ? കർത്താവിൻ്റെ ക്രൂശീകരണം, മാമോദീസയുടെ തിയോളജി അതാണ്. തിയോളജി ഓഫ് ബാപ്റ്റിസം എന്താണ്? വി ആർ ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഓർ യൂണിഫൈയിങ് വിത്ത് ക്രൈസ്റ്റ് റിസറക്ഷൻ ആൻഡ് ക്രൂസിഫിക്ഷൻ. കർത്താവിൻ്റെ മരണത്തോടും പുനരുദ്ധാനത്തോടുമുള്ള ഏകീഭാവമാണ് മാമോദീസ എന്ന് പറഞ്ഞാൽ, ഓരോ നിമിഷവും നമ്മൾ പാപികളായിക്കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, കർത്താവിനോട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിനോട് ക്രൂശിക്കപ്പെടുന്നു. ഈ ആരാധന കഴിയുമ്പോൾ ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നു, ജീവിക്കുന്നു. അങ്ങനെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ജീവൻ്റെ നാഥനായ കർത്താവിനെ ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ ഈ നോമ്പിൻ്റെ നാളുകളിൽ സഹായിക്കട്ടെ. ചുറ്റുപാടുകളിലുമുള്ള സംഭവങ്ങളും നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന സംഭവങ്ങളുമൊക്കെ കാണുമ്പോൾ
വിശ്വാസത്തിൽ തളർന്നു പോകാതെ പച്ച പിടിച്ച് പുഷ്ടിയുള്ളവരായി, ദൈവം എവിടെയെന്ന് ചോദിക്കുകയല്ല, അല്ലേ, വൈ എന്ന് ചോദിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ ഉൾക്കൊണ്ടുകൊണ്ട് സഹിഷ്ണുതയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുപാട് കൺഫ്യൂഷൻസും മിസ്ഇൻഫർമേഷൻസും സ്പിരിച്വൽ കൺഫ്യൂഷൻസും ഒരുപാടുള്ള ലോകത്തിൽ സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും.